കാർ തട്ടിക്കൊണ്ടുപോവുകയും 10,000 രൂപ കവരുകയും 50ഓളം കേസിലെ പ്രതിയും കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്ത പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പാളയം കെട്ടുകാരൻ വീട്ടിൽ 42 വയസ്സുള്ള ഷിജറാണ് പോലീസിന്റെ പിടിയിലായത്. ഈ കേസിലെ മറ്റു പ്രതികളായ 3 പേരെ ചെറുതുരുത്തി പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം മാഹിയിൽ നിന്നും അതിസാഹസികമായാണ് പിടികൂടിയത്. ഈ കേസിലെ മറ്റു 3 പ്രതികളായ ഷാഫിൽ എന്ന പാപ്പി, വിഷ്ണുരാജ്, കുട്ടൻ എന്ന ഗോകുൽദാസ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംസാദിന്റെ കാർ വിൽക്കാനുണ്ടായെന്നറിഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ രാത്രി 8 മണിയോടെ വെട്ടിക്കാട്ടിരിയുള്ള പെട്രോൾ പമ്പിന് സമീപം എത്താൻ പറയുകയും ഇദ്ദേഹം എത്തിയതോടെ ആദ്യം പിടികൂടിയ 3 പ്രതികൾ കാറിൽ കയറുകയും തുടർന്ന് കലാമണ്ഡലത്തിന് പിൻവശത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന 1-ാം പ്രതി ഷജീർ കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അബ്ദുൾ ഷംസാദിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 10,000 രൂപ കവർന്നെടുക്കുകയും ചെയ്തു. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ചേർന്ന് മാരകമായി ഷംസാദിനെ മർദ്ദിച്ചു. യുവാവിന്റെ മുഖത്തും നെഞ്ചത്തും വയറ്റിലും ഇടിച്ചു പരിക്കേൽപ്പിച്ചു. അടികൊണ്ട് നിലത്തു വീണ ഷംസാദിന്റെ കഴുത്തിൽ കൈമുട്ടുകൊണ്ട് ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. മറ്റു പ്രതികൾ കാൽ പിടിച്ചുവെച്ച മർദ്ദനത്തിന് കൂട്ടുനിന്നു. കഴുത്തിലമർത്തിയ പ്രവൃത്തി മരണം വരെ സംഭവിക്കാവുന്നത്ര ഗുരുതരമായിരുന്നു എന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് പ്രതികൾ അബ്ദുൾ ഷംസാദിനെ വഴിയിൽ ഉപേക്ഷിച്ച് കാറുമായി പോകുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കാർ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ജയകൃഷ്ണൻ, ഡ്രൈവർ പ്രമോദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിലാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.